ഗൈസ് ഇത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നേടാ ഇവിടുത്തെ ഷെഫ് ഒരു മലയാളി. ഗൈസ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ചിലർ പറയാറുണ്ട്, നീ ഒന്നിലെ 2 വീൽ ഡ്രൈവ് അല്ലെന്നുണ്ടെങ്കിൽ 4 വീൽ ഡ്രൈവ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു 4 വീൽ ഡ്രൈവ് ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് അപ്പോൾ ഈ കാണുന്നവരൊക്കെയാണ് ഇന്ന് എൻ്റെ കൂട്ടത്തിൽ ഈ ട്രിപ്പിനുള്ളത്. ഇവരെല്ലാവരും നമ്മുടെ മെൽബണിൽ തന്നെയുള്ള എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഇവരുടെ കൂട്ടത്തിലാണ് ഇന്നത്തെ നമ്മുടെ ട്രിപ്പ്. ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡാർഗോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത്. അപ്പോൾ ഡാർഗോയിൽ നിന്ന് നേരെ നമ്മൾ പോകുന്ന ബ്ലൂ റാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രാക്കിലേക്കാണ്. ഇതിൻ്റെ ഇവിടെയൊക്കെ പോയ പല വീഡിയോസും എൻ്റെ ചാനലിനകത്ത് കിടപ്പുണ്ട്. ഇതിപ്പം കുറച്ച് നാളായിരുന്നു ഈ ഒരു സമ്മർ തുടങ്ങിയിട്ട് നമ്മളൊരു ഓഫ് റോഡ്, നിങ്ങൾക്കറിയാം ഞാൻ എപ്പോഴും ബൈക്കിൻ്റെ വീഡിയോസാണ് കൂടുതലും ഇടുന്നത്. അപ്പോൾ ഓഫ് റോഡ് പോയില്ലായിരുന്നു. അപ്പം എൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ലൂക്കുണ്ട്. ലൂക്കേ ഹായ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ വണ്ടിയിൽ, ലൂക്കിൻ്റെ വണ്ടിയിൽ. ഇതൊരു പ്രാഡമാണ്. അപ്പം പിന്നെ നേരത്തെ കണ്ട അവരുടെ പല വണ്ടികൾ ഉണ്ട്. അപ്പം ഞങ്ങൾ നേരെ ട്രാൽഗൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. ട്രാൽഗണിൽ നിന്ന് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഡാർഗോ ചെല്ലും. ഡാർഗോയിലാണ് ഇന്ന് രാത്രിക്ക് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഗൈസ് അങ്ങനെ നമ്മൾ ഡാർഗോയിലെത്തി. ഇത് ഡാർഗോ ഹോട്ടലിൻ്റെ പുറകിലുള്ള ഒരു നല്ലൊരു നദിയാണ്. ആ നദിയുടെ കരയിൽ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്കറിയാം, നമ്മൾ മലയാളികളുടെ ഒരു ഇഷ്ട ഭോജനമാണ് നമ്മുടെ ബിരിയാണി. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ഇവിടെ വെച്ച് ഇങ്ങനെ ചൂടാക്കി അടിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്. ഇതാണ് ഡാർഗോ ഹോട്ടൽ. ഇത് ഇവിടുത്തെ വൺ ഓഫ് ദ ഫേമസ് ഹോട്ടലാണ്. എൻ്റെ പല വ്ളോഗിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ഈ എന്നാ പറയുന്നത്, നമ്മുടെ ഈ 4 വീൽ ഡ്രൈവേഴ്സിൻ്റെ ഒരു സ്വർഗമാണ് ഡാർഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ കിടക്കുന്ന വണ്ടികളെല്ലാം 4 വീൽ ഡ്രൈവുകളാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പല ട്രാക്കുകളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് കേട്ടോ, ഈ കിടക്കുന്ന വണ്ടികളെല്ലാം 4 വീൽ ഡ്രൈവിൻ്റെ വണ്ടികളാണ്. ഇവിടെ നമുക്ക് പെട്രോള്, ഡീസല് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഗ്യാസപ്പം നമ്മളിത് ഡാർഗോ ഹോട്ടലിൽ വന്നു. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഫുഡ് പറയുകയാണ്. കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 മണി 8 മണി ആകുമ്പോഴത്തേക്ക് ഇവിടുത്തെ കിച്ചൺ ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കിച്ചണിൽ, അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ പുറകിൽ തന്നെയാണ് കിടക്കുന്നത്. ആ കാണുന്നതാണ് നമ്മൾ ഇന്ന് വൈകുന്നേരം വന്ന് കിടക്കാനുള്ള ക്യാബിൻസ്. ഇവിടെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് അങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇച്ചിരി ലേറ്റ് ആയി കഴിഞ്ഞാലും കുഴപ്പമില്ല, അവരിവിടെ ഫുഡ് നമുക്ക് വേണ്ടിയിട്ട് കരുതിക്കോളും. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ വേറെ കടകളോ കാര്യങ്ങളോ, ഇവിടെ ഇതുപോലെ തന്നെ ഡാർഗോ ഹോട്ടൽ പോലെ തന്നെ റിവർ സൈഡ് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലും കൂടിയുണ്ട്. അത് കുറച്ച് അങ്ങോട്ട് മാറിയിട്ടാണ്, അവിടെ അങ്ങോട്ട് മാറിയിട്ട് ഒരു ഹോട്ടൽ. ഇതാണ് ഇവിടുത്തെ ഡാർഗോ ഹോട്ടലിൻ്റെ ഉൾവശം കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങൾ. ഇതുണ്ട്, വിലങ്ങൊക്കെ തൂക്കിയിട്ടേക്കുന്നു, വിലങ്ങ് അതുപോലെയുള്ള ഓരോ സാധനങ്ങൾ. അതുപോലെ തന്നെ ഈ കുതിരകളുടെ കുളമ്പിൻ്റെ അടി അടിക്കുന്നതിന് അതിന് പറയുന്ന ലാടം, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇതാണ് ഡാർഗോ ഹോട്ടൽ. അതുപോലെ തന്നെ അവരുടെ കിച്ചൺ. നമ്മളിവിടെ പല സമയത്തും വരുന്നതാണ്, ഇവിടെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇവിടെ നിറച്ച ആളായിരിക്കും. ഇതെല്ലാം ഈ പഴയ കാലത്തുണ്ടായിരുന്ന ഓരോ സാധനങ്ങളാണ്. ഈ കുതിരയുടെ മുകളിൽ ഇടുന്ന അങ്ങനത്തെ ഓരോ മെറ്റീരിയൽസാണ് ഇവിടെ ഡിസ്പ്ലേ ആയിട്ട് കരുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ ആളുകൾക്ക് ഇരിക്കാനായിട്ടുള്ള ഒരു സംവിധാനം കൂടിയുണ്ട്. ഇവിടെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ, പഴയ കലപ്പ, നമ്മുടെ നാട്ടിലെ കലപ്പ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗൈസ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നേടാ ഇവിടുത്തെ ഷെഫ് ഒരു മലയാളി. എന്നാ പേരെങ്ങനെയാ? വൈഷ്ണവ്. എവിടെയാ, നാട്ടിലെവിടെയാ? പത്തനാപുരം. അത് ശരി. അപ്പോൾ ഇതാണ് വൈഷ്ണവ്, പത്തനാപുരം, നമ്മുടെ ഡാർഗോ ഹോട്ടലിലെ ഷെഫാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം അല്ലേ, എൻ്റെ ചാനൽ കണ്ടിട്ടാണ്? ഓസ്ട്രേലിയൻ മല്ലു ട്രാവലർ എന്ന് അടിച്ചാൽ മതി. കിട്ടിയോ? അത് തന്നെ. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മളിങ്ങനെ വരാം. നിങ്ങൾ ഇവിടെ തന്നെയാണോ താമസിക്കുന്നത്? ആയിരിക്കുമല്ലോ. മഫ്രയില. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഞങ്ങൾ വരുമ്പോഴത്തേക്ക് എപ്പോഴാണ് കിച്ചൺ അടയ്ക്കുന്നത് തന്നെ? 8 o'clock അടയ്ക്കും. അപ്പോൾ ഞങ്ങൾ ഓർക്കുന്ന കുറച്ച് പാമ നേരത്തെ ഓർഡർ ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ മറ്റേ ഇവിടെ പോവാം, ബ്ലൂ റാഗിൽ പോവാം. വണ്ടി എൻ്റേത് പ്രാഡോയാണ്. പ്രാഡോ ഉണ്ട്, ലാൻഡ് ക്രൂയിസറുണ്ട്, 3-4 വണ്ടി. തിരിച്ച്
കാണാം. ശരി അതാ. അങ്ങനെ നമ്മുടെ ഒരു മലയാളിയെ കണ്ടു. ഇതുണ്ട്, ഇവിടെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇത് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഇവിടെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു എന്നാ പറയുന്ന ഒരു അച്ചീവ്മെൻ്റ് ആണ്. ഒരു ക്യൂൻസ്ലാൻഡ് അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നു കഴിഞ്ഞിട്ടുള്ള ഫോട്ടോഗ്രാഫ് കാര്യങ്ങളൊക്കെയാണ്. ഡാർഗോ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. ഇതാണ് ഇവിടുത്തെ ബാറ്. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ജേക്കബ് ഇതാ ഇവിടെ എല്ലാം ഓർഡർ ചെയ്തോ? ഓർഡർ ചെയ്തിട്ടുണ്ട്. 10 പേർക്കുള്ള ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. 12 മണി വരെ അവർ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. ഓക്കെ. രാത്രി 12 വരെ. 12 ആയിട്ട് വന്നില്ലെങ്കിൽ ഇവരെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ റൂമിലേക്ക് സാധനം തന്നോളൂ. ഓക്കെ. നമ്മളെ ഏതൊക്കെയാലും അതിന് മുമ്പ് വരും. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് അർമാദിച്ചേക്കാം അല്ലേ? പിന്നെ പൊളിച്ചേക്കാം. അപ്പോൾ നമ്മൾ ഡാർഗോയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. ഇവിടം വരെയാണ്. ഇവിടെ നമ്മൾ ഇവിടം മുതൽ നമ്മൾ ഇനിയിപ്പം ഗ്രാവൽ റോഡ് തുടങ്ങുകയാണ്. നമ്മൾ ടാർ റോഡിലിട്ട് നമ്മുടെ എയർ പ്രഷർ കുറച്ച് 20 ആക്കുകയാണ്. 40-ലാണ് ഇവിടം വരെ വന്ന്. ഇനിയിപ്പോൾ 20 ആക്കി. 20 അല്ലെന്നുണ്ടെങ്കിൽ 16 വരെ നമുക്ക് പോകാം. അങ്ങനത്തെ ഒരു ട്രാക്കിലേക്കാണ് നമ്മളിനിയിപ്പോൾ പോകുന്നത്. 4 വണ്ടിയാണ് നമുക്കുള്ളത് കേട്ടോ. കേട്ടോ, 3 പ്രാഡോയും ഒരു ലാൻഡ് ക്രൂയിസർ. അതൊക്കെയല്ല നമ്മൾ ബ്ലൂ റാഗിലേക്കുള്ള യാത്ര അതിമനോഹരമാക്കണം ഇന്ന്. പൊളിക്കണം. ഗൈസ്, നമ്മൾ കുറച്ചൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കാഴ്ച കണ്ടോ, കുറച്ച് കൗ ബോയ്സും അതുപോലെ തന്നെ കൗ ഗേൾസും ഉണ്ട് കേട്ടോ. അവരുടെ പശുക്കളെ എല്ലാം തടുത്തു കൂട്ടി അടുത്ത എനിക്ക് തോന്നുന്നു അവരുടെ അടുത്ത ഒരു സെക്ഷനിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതായത് ഇവരിങ്ങനെ പശുക്കളെ തുറന്നു വിടും. അത് കഴിഞ്ഞിട്ട് കുറച്ച് അവിടുത്തെ തീറ്റയൊക്കെ കുറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അവർ അടുത്ത സ്ഥലത്തേക്ക് അവരുടെ പശുക്കളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നൊരു രംഗമാണ് ഈ കാണുന്നത്. അപ്പം ഞങ്ങൾ സത്യത്തിൽ ഓർത്തിരുന്ന ഇതൊരു കാടാണ്, ഇതിനകത്തൊന്നും ഇല്ലെന്ന്. പക്ഷേ ഇതുപോലെ പശുക്കൾ ഇതിൻ്റെ ഇടയ്ക്കൂടി എല്ലാം മേഞ്ഞ് നടക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യമായ കാര്യം. നോക്കിയേ, എല്ലാത്തിൻ്റെ ചെവി കൂടെ ടാഗുണ്ട്. ഇവരാണ് മുമ്പിൽ നിന്ന് ലീഡ് ചെയ്യുന്നത്. അതെ, ഇതൊരു അമ്മയും മകളും വന്ന് തോന്നുന്നു. ഗൈസ്, അപ്പം നമ്മൾ ഡാർഗോയിൽ നിന്ന് ഒരു 40 കിലോമീറ്റർ ഇങ്ങോട്ട് ഈ ഗ്രാവൽ റോഡ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ നിന്നാണ് ഇനിയിപ്പോൾ പണി തുടങ്ങുന്നത്. അണ്ണന്മാർ കയറി പോകുന്നുണ്ടോ? ഇതോട്ടോ, ഈ ട്രാക്ക് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബ്ലൂ റാക്ക്. അപ്പം ഇവിടെ നിന്നാണ് നമ്മുടെ പണി തുടങ്ങാൻ പോകുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളി. ആ കാണുന്ന ട്രാക്കിൽ കൂടെയാണ് നമ്മൾ ഇനിയിപ്പോൾ മേളിലേക്ക് കയറി പോകാൻ പോകുന്നത്. നോക്കിയേ, മനോഹരമായിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ്. ഗൈസ്, ഇതുണ്ടോ, അതിഭയാനകമായിട്ടുള്ള ഒരു ട്രാക്കിലേക്കാണ് നമ്മളിപ്പോൾ ഇറങ്ങുന്നത്. ബ്ലൂ റാഗിലെ ഇതുണ്ടോ, ഈ കയറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ കണ്ടു കഴിയുന്ന അത്രയ്ക്ക് ആ ഭീകരത നമുക്ക് മനസ്സിലാകത്തില്ല. ഇതൊക്കെയല്ല അമ്പരചുംബികളായിട്ടുള്ള പർവ്വത നിരകളുടെ നെറുകയിലൂടെയാണ് നമ്മുടെ സഞ്ചാരം ഇന്ന്. ഇത് ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ബ്ലൂ റാഗ് ട്രാക്കാണ്. അതെ,
ലുക നമ്മളിപ്പോൾ ഏത് ഗിയറല്ല കയറുന്നത്? ഇത് ലോ ഗിയർ അല്ലേ? ഓക്കെ ഗൈസ് ദേ കേട്ടോ ഇതുപോലെയാണ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിലൊരു ക്യാമറ ഉള്ളത് കൊണ്ട് അത്യാവശ്യം ഫ്രണ്ടിൽ എന്താണെന്നൊക്കെ അറിയാൻ പറ്റും. ഇത് കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ വലിയ പഴമാണ്. ഇപ്പം നമുക്ക് വേണ്ടിയിട്ട് അവിടെ മേളിൽ ഒരു 3-4 വണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കേട്ടോ, അങ്ങനെ നമ്മൾ പകുതി വഴി വരെ എത്തിയിരിക്കുകയാണ്. ജേക്കബ എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടം വരെ? അടിപൊളിയല്ലേ? ഇതെന്തോ പറ്റിയിട്ട് അവരിത് കെട്ടി വലിച്ചോണ്ട് പോവുക. അയ്യോ, ഇവിടെയൊക്കെ കെട്ടി വലിച്ച് ഈ ട്രാക്കിൽ കൂടെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇത് കേട്ടോ, നമ്മുടെ വണ്ടിയെല്ലാം മേളിൽ കയറി. അപ്പം നമ്മളിത് അവിടെ നിന്നാണ് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി ആ ട്രാക്കിൽ കൂടെ ഇങ്ങനെ വന്ന് ഇതിലിങ്ങനെ മേളിൽ കയറി വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു കഥനകഠോരമായിട്ടുള്ള കാഴ്ച കണ്ടിരിക്കുകയാണ്. നമ്മളിത് ഇവിടെ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് അത് കെട്ടി വലിച്ച് കൊണ്ടുപോവുകയാണ്. ഇവിടെ അയ്യോ, ഗൈസ്, അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള അണ്ണന്മാർ ഇടയ്ക്കിടയ്ക്ക് ഈ ബൂട്ട് തുറക്കും. ബൂട്ട് തുറന്നു കഴിഞ്ഞാൽ ഇവന്മാർ ഒരു 10-25 മിനിറ്റ് അവിടെ അങ്ങ് നിൽക്കും, ഓരോ ബീറും അടിച്ച്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കാപ്പിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവർ കയറി വരുന്നുണ്ട്. അപ്പോൾ അതേ ഇവിടെ നിന്നുള്ള ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ആ കാണുന്നത് മൗണ്ട് ഹോത്താമാണ്. അപ്പോൾ അവിടെ ഇതോടെ ഐസ് നിൽക്കുന്നുണ്ടോ? ഇത് ആ വെളുത്ത് കാണുന്ന എല്ലാം ഐസാണ്. ഉരുകി വരുന്നേ ഉള്ളൂ. നമ്മളിവിടെ സമ്മറായി വരുന്നേ അല്ലേ ഉള്ളൂ. കാര്യം ഡിസംബർ ആയെങ്കിലും സമ്മർ അങ്ങോട്ട് മൂത്തിട്ടില്ല. സമ്മറായി കഴിയുമ്പോഴത്തേക്കും ആ ഐസൊക്കെ ഉരുകി. അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ. അടിപൊളി ഒരു ട്രാക്കാണ് ഈ ബ്ലൂ റാഗ് ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ ബ്ലൂ റാഗ് ട്രാക്കിൻ്റെ മുകളിൽ നിന്ന് കാപ്പി ഇടുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടോ? അതെ, ബ്ലൂ റാഗിലെ ചായക്കടക്കാരൻ. രണ്ടെണ്ണം ഒരേ സമയം 2 ക്യാമ്പ് മാസ്റ്റർ. ഗൈസ്, അങ്ങനെ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞ് ഇനി ബാക്കി ഭാഗത്തേക്ക് പോവുകയാണ്. എൻ്റെ പൊന്നോ, ഇവിടെ നിന്നുള്ള വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. അതാണ് ഇങ്ങനെയുള്ള യാത്രകളിൽ ഈ മലമുകളിൽ കൂടിയൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് നല്ല കിടുക്കാച്ചി വ്യൂ ആണ്, കിടുക്കാച്ചി വ്യൂ.
വഴിമാറ മുണ്ടയ്ക്കൽ ശേഖര. എൻ്റെ അമ്മച്ചി ഒരു വിധത്തിൽ അങ്ങനെ ബ്ലൂറാഗിൻ്റെ മേള് വരെ വന്നു കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു. ഇവിടെ വന്നവരൊക്കെ തിരിച്ചു പോകുന്നതാണ് ആ കാണുന്നത്. സാധാരണ എല്ലാവരും വരുവാണെന്നുണ്ടെങ്കിൽ ഈ ബ്ലൂറാഗിൻ്റെ മേള് വരെയും പോയിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അടുത്തൊരു ടാസ്ക് കൂടി എടുത്തിരിക്കുകയാണ്. നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഈ കാണുന്ന റോഡിലൂടെ മുമ്പോട്ട് പോവുകയാണ്. റോഡെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ട്രാക്ക്. ആ ട്രാക്കിലൂടെ മുമ്പോട്ട് പോവുകയാണ്. ഇതുവരെ വന്നതിലും ദുർഘടം പിടിച്ച ഒരു ട്രാക്കാണ് ഇനിയുള്ളത്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയും അവിടുത്തെ കാഴ്ചകളും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.